India. 반갑습니다. 어서 오세요. ഹായ് ഹലോ. എല്ലാരും സുഖമായിട്ടിരിക്കണോ? എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ അജീഷ് ചേട്ടനോടെ, അജീഷ് ചേട്ടനാണ് കേട്ടോ. ഓക്കെ, അജീഷ് ചേട്ടനോടെ സുഖമായിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കംപ്ലീറ്റ്ലി തിരക്കായിരുന്നു, അത് തന്നെയാണ് സത്യാവസ്ഥ. അങ്ങനെ അപ്പോൾ ഇന്ന് ഞങ്ങൾ തണുപ്പുള്ള രാത്രിയിൽ കണ്ടില്ലേ തൊപ്പിക്ക് വെച്ചിട്ട്, തണുപ്പുള്ള രാത്രിയിൽ ഞങ്ങൾ മഞ്ഞ് കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങിയേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നേക്കണേന്ന് പറഞ്ഞാൽ നമ്മുടെ റൊട്ടുറയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് എടുക്കും. റൊട്ടുറയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ റൊട്ടുറയിൽ രാത്രിയിൽ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ വന്നിട്ടുള്ളതാണ്, പക്ഷെ അജീഷ് ചേട്ടൻ ഇതുവരെയും വന്നിട്ടില്ല. നമുക്ക് ഓൾറെഡി തേഴ്സ്ഡേ ആണ് കേട്ടോ ഇത് നടക്കുന്നത്. തേഴ്സ്ഡേ നൈറ്റ് മാർക്കറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. എല്ലാ തേഴ്സ്ഡേയും നൈറ്റിലാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ തേഴ്സ്ഡേയും 5 മണി മുതൽ 9 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ തേഴ്സ്ഡേ മാർക്കറ്റ്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് അജീഷേന് വരാൻ പറ്റിയത്, ഞങ്ങൾ ഒരുമിച്ച് വരാൻ പറ്റിയത്. തേഴ്സ്ഡേ എല്ലാ തേഴ്സ്ഡേയും തന്നെ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ തേഴ്സ്ഡേ ഞങ്ങൾ മനഃപൂർവ്വം ഞങ്ങൾ ലീവ് എടുത്ത് ഞങ്ങൾ വന്നിക്കാണ് നൈറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ നൈറ്റ് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ വായോ പറഞ്ഞ് മടിപ്പിക്കുന്നില്ല. അപ്പോൾ ഓടി വായോ, നമുക്ക് പോയിട്ട് നമുക്ക് നൈറ്റ് മാർക്കറ്റ് കണ്ടിട്ട് ഓടി വരാലോ. അതെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൊട്ടറിയിലെ നൈറ്റ് മാർക്കറ്റ്. നല്ല തണുപ്പാണ്, കാച്ച് തണുപ്പാണ്. ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ചൈനീസ് ഫുഡിൻ്റെ ഷോപ്പാണ്. അത് ഇറ്റാലിയൻ പിസ്സ ഷോപ്പാണ് ആ കാണുന്നത്. ഇതെന്താ? ഇതും ചൈനീസാണ്. ഇത് ക്രപ്പൈസ് ഉള്ള ഷോപ്പാണ് കേട്ടോ. ക്രപ്പൈസ് നല്ല തണുപ്പാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇതാ 2 സൈഡുകളിലായിട്ടാണ് കേട്ടോ കട. ഇഷ്ടംപോലെ മനുഷ്യരുണ്ട് കേട്ടോ. വാങ്ങിച്ച് തണുപ്പത്ത് നല്ല ചൂട് ഭക്ഷണം കഴിച്ച് തണുപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പിന്നെ ഡോണറ്റ്സ് ഇവിടുത്തെ ഒരു ഇതല്ലേ, കോൺ ഡോഗ്സ്. നല്ല തണുപ്പുണ്ട് കണ്ടോ. ഈ രാത്രിയിൽ പോലും എന്തോ ഒരു മനുഷ്യരാണ് നോക്കിക്കേ അല്ലേ. അജീഷേനെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ ഇവിടെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഭയങ്കര ക്വൈറ്റാണ്. ആൾക്കാർ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടല്ല, സ്റ്റൂളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇത് ഹോട്ട് ഡോഗ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അമേരിക്കൻ ഹോട്ട് ഡോഗ്സ്, പിന്നെ ബർഗേഴ്സ് കണ്ടോ. ഐസ്ക്രീം ഉണ്ട് തണുപ്പത്ത് കേട്ടോ. ഇനി ഇവിടെയുള്ള ആൾക്കാർ ഐസ്ക്രീം കഴിക്കും. ഇതേ പോപ്കോൺ ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട് ഇവിടെ. നമ്മുടെ വിൻ്റർ വിയേഴ്സ് കണ്ടോ. ഇവിടെ ചെയറും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വന്നിരിക്കാവേ. കണ്ടോ എല്ലാം തണുത്ത് വെറുക്കുകയാണ് കണ്ടോ. പിന്നെ ഇവിടെ കുറച്ച് ജ്വല്ലറി ഷോപ്പുകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മാല, കമ്മൽ സാധനങ്ങളുള്ള കുറച്ച് ജ്വല്ലറി ഷോപ്പുകളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് ഇതെന്താ, പിന്നെ ഇത് ഡെസേർട്ടാണ് തോന്നുന്നത് അല്ലേ? അല്ലേ, ബണ്ണ്, സ്ലൈസസ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതെ കണ്ടോ, അത് ജ്വല്ലറി ഷോപ്പാണ് കണ്ടോ. പിന്നെ അവിടെ ചൈനീസിൻ്റെ ഫുഡ് ഷോപ്പുണ്ട്. ഇതെല്ലാം ഫുഡാണ് കേട്ടോ. ഫുഡാണ്. പക്ഷേ ഇവിടെ ഷോപ്പുകൾ കുറവാണ് തോന്നുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. ഒരുപാടുണ്ടായിരുന്നു. ഡിഷസ് ദോശ ഇവിടെ ഉണ്ട് കണ്ടോ. ഒരുപാട് ചൈനീസ് ഉണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് നമ്മുടെ ദോശ, മസാല ദോശ, ചിക്കൻ ദോശ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സോറി, കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഡംപ്ലിങ്സ് ഉണ്ട്. ഇതെന്താ, ഇത് വേറെ എന്താണ്ടൊക്കെ ഷോപ്പുകളാണ് കണ്ടോ. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റും. ചൈനീസ് ഷോപ്പുകളാണ് ഏറ്റവും കൂടുതലല്ലേ. ഞങ്ങളിതാ എന്താ ഇത് ചിക്കൻ കബാബ് വാങ്ങിച്ചു കേട്ടോ. കഴിച്ചു നോക്കട്ടെ.
അജിഷേട്ടൻ ടേസ്റ്റ് ചെയ്ത് പറയും എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. എങ്ങനെയുണ്ട്? നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമായി. ഒരു ഒരുപാട് മനുഷ്യൻ നടക്കാം. തേനും ചേർക്കണം. അതെ, നല്ല സ്വീറ്റാണല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കബാബ് കഴിച്ചുകൊണ്ട്. പക്ഷെ നേരത്തെ ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷോപ്പ് കുറവാണ് കേട്ടോ. നേരത്തെ ഒരുപാട് ഷോപ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഷോപ്പിൻ്റെ അളവ് കുറവാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഷോപ്പൊക്കെ തിരിഞ്ഞ് നടന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കട്ടെ കേട്ടോ. കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാവേ. ഇതാ അജിസേട്ടൻ ഒരു വാനില ലാറ്റയൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് തന്നെ ഇത് കുടിക്കാനൊരു ഒരു ഇതില്ലല്ലോ, നമ്മൾ പണ്ട് മുതലേ ഉള്ള ശീലമാണല്ലോ. ഇപ്പം കാപ്പിയോ ചായയോ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കടി കഴിക്കുക എന്നൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഡോണറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോണറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചെറിയ ബാഗ് ഡോണറ്റ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ചെറിയപ്പം ഉണ്ടാക്കി തരാം നമുക്ക്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താ പിന്നെ മറിച്ചിടുകയാണോ? കണ്ടോ കണ്ടോ, ഡോണറ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഹോട്ട് ഡോഗ് ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കണു. ചേട്ടൻ ഡോണറ്റൊക്കെ വാങ്ങിച്ചു. നമുക്ക് എവിടെ ഇരിക്കണം? ഇവിടെ ഇരിക്കാം. പൊന്നു കായോ ഇരിക്കണേ, പക്ഷെ എവിടെ ഇരിക്കണേ? കണ്ടോ കുഞ്ഞ് ഡോണറ്റ്, നല്ല ചൂടുള്ള ഡോണറ്റ് കേട്ടോ. അല്ലേ അല്ലേ, നല്ലതാണ്. രസമുണ്ടോ? അപ്പം ഞങ്ങൾ അജിഷയുടെ കാപ്പിയും ഡോണറ്റും ഞാൻ ഹോട്ട് ചോക്ലേറ്റും ഡോണറ്റൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഇത് ചീസ് എന്താ കോൺ ഡോഗ് എന്ന് പറഞ്ഞിട്ട് സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോയാണ് കേട്ടോ. കണ്ടോ? സൗത്ത് ഇന്ത്യ, കേരള. കേരള? സൗത്ത് ഇന്ത്യ. 반갑습니다. Cheese dog. This is from Korea. Korea, okay. This is your street or? ആ ചേട്ടൻ ചൂടുള്ള ഇതിൻ്റെ അകത്ത് പൊരിച്ചിട്ട് തരുന്നു. അങ്ങനെ തന്നെയാണ് കേട്ടോ, അല്ലേ? We have hot sauce. If you like, yeah. Thank you. Thank you. സോസ് വേണ്ടേ? Try hot sauce. ഇവിടെ സോസ് ഉണ്ട്. ഏതാ ഒഴിക്കണേ? ചില്ലി സോസോ? ഇനി അജിത് ചേട്ടൻ അത് കഴിച്ചിട്ട് പറയുന്നതാണ്. ഇതെന്താണ്, മയണോയ്സോ? കഴിക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. അജിത് ചേട്ടൻ ആദ്യമായിട്ട് അടുത്ത കഴിക്കുന്നേ. ചീസിലോട്ട് എത്തിയില്ലെന്നോ? ചീസ് ഉള്ളിലാണെന്ന്. ഓക്കെ ഫൈൻ. ഇനിയിത് നല്ലതാണോ? സൂപ്പറാണോ? എനിക്കൊരു കഴിക്കട്ടെ. ക്രഞ്ചി ആയിട്ടുള്ള കൂടെ എനിക്ക് ഹോട്ട് ഡോഗ് ഇഷ്ടമല്ല കേട്ടോ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പരീക്ഷിക്കാനുള്ളതുണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിത് നൈറ്റ് മാർക്കറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ
ഇങ്ങോട്ട് പോവാണ്, നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇച്ചിരി ഉള്ളൂ ഷോപ്പുകൾ. ശരിക്കും പറഞ്ഞാൽ സമ്മറിൽ വരുവാണെങ്കിൽ ഇതിലും അപ്പുറം ഷോപ്പുകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതിയുള്ളൂ. വിന്ററിൽ അങ്ങനെ വലിയ കച്ചവടങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. തണുപ്പത്ത് ആരും തന്നെ അങ്ങനെ പുറത്ത് വരില്ലല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ. അപ്പം എന്താ പറയുക, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഡിഫറെൻറ്റ് ഫുഡുകളെല്ലാം ട്രൈ ചെയ്യാൻ പറ്റി. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാവേ. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, ഒറ്റ ലൈഫേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക, പൊളിച്ചിറക്കുക, തകർത്ത് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാവേ. അതുവരെ ബൈ ബൈ ഫ്രം അജേഷൻ, ബൈ ബൈ ഫ്രം ജിനു, ബൈ.